ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ കോന്നിയൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എമിറേറ്റ്സ് പാലസ് കാണാൻ വേണ്ടിയാണ് അബുദാബിയിലുള്ളത്. അപ്പോൾ അകത്ത് കയറാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. എന്തായാലും നമ്മൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അകത്ത് കയറാൻ പറ്റി കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റി. അപ്പോൾ പുറത്തുനിന്നൊക്കെ കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. എന്തായാലും അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഒരു കണ്ണ് തള്ളിപ്പോയി. എന്താ ഭംഗി! എന്തായാലും നമുക്ക് ആ കൊട്ടാരമൊക്കെ ഒന്ന് നടന്ന് കാണാൻ പറ്റി. എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഒരു ഹോട്ടൽ സമുച്ചയമായിട്ടാണ് നിലനിൽക്കുന്നത്. അതായത് നമുക്ക് അവിടെ റൂം എടുത്ത് നമുക്ക് താമസിക്കാൻ പറ്റും. അങ്ങനെ റൂം എടുത്ത് താമസിച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും നമുക്ക് പോകാൻ പറ്റും. അല്ല നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ വന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അത് മതി, നമുക്ക് കാണാനെ കൊണ്ട് അത്രയും മതി. അതുപോലൊക്കെ കാണാനുണ്ട് പുറത്ത് സ്ഥലങ്ങളും. അതിന് ലൈറ്റിങ് കാര്യങ്ങൾ, അതുപോലെ മാർബിള്, ഗ്രാനൈറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടാണ് വാളും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇൻറ്റീരിയൽ അടിപൊളിയാണ്. എന്തായാലും നമുക്കും കൊട്ടാരത്തിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാൻ പറ്റി. അത് പഴയ കൊട്ടാരം അല്ലേ? അതെ, അതിൻ്റെ ഉൾഭാഗമൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റി. പിന്നെ അവിടെ വെച്ചിട്ടുള്ള ഫർണിച്ചറുകൾ, ചാൻഡിലിയർ ലൈറ്റുകൾ, എന്തായാലും നല്ല തിരക്കുള്ള ദിവസമായിരുന്നു നമ്മൾ പോയത് കേട്ടോ. അവിടെ നടന്ന് കാണുക മാത്രമല്ല, നമുക്ക് ആ ചെയറിലൊക്കെ ഒന്ന് ഇരിക്കാൻ പറ്റും. ഫർണിച്ചറുകളിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് തൊടുകയൊക്കെ ചെയ്യാം. ഞങ്ങൾ തൊടുകയൊക്കെ ചെയ്തു. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അവിടുത്തെ സെക്യൂരിറ്റി കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ഒരു വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായില്ല. നമുക്കെല്ലാം അടുത്ത് പോയി കാണുകയും തൊടുകയും ഒക്കെ ചെയ്യാമായിരുന്നു. ഒന്നും പ്രശ്നമുള്ള കാര്യമല്ലായിരുന്നു. പിന്നെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ കണ്ടില്ലേ, ഇങ്ങനെയുള്ള സാധനത്തിൽ നമ്മൾ തൊട്ടില്ല, അടുത്ത് പോയി കണ്ടതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ആ ചെയറുകളിലൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റും. അതിൻ്റെ ആ തൂണുകളും കാര്യങ്ങളൊക്കെ എത്ര വലുപ്പമാണ്! ഫുള്ള് മാർബിൾ കൊണ്ട് പതിപ്പിച്ച് വെച്ചേക്കുകയാണ്. പിന്നെ അവിടുത്തെ ലൈറ്റിംഗ് ആണ് അടിപൊളിയാണ് കാണാനെ കൊണ്ട്. എന്തായാലും നമ്മൾ ഇതിന് ഉൾവശമൊന്നും കാണാൻ ഒട്ടും പ്രതീക്ഷയില്ലാതാണ് പോയത്. അപ്രതീക്ഷിതമായിട്ട് നമുക്ക് അതിനകത്ത് കയറാൻ പറ്റി. പക്ഷേ ഇപ്പം നമുക്ക് എല്ലാവർക്കും അതിനകത്ത് കയറാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നമുക്ക് പോയി കാണാൻ പറ്റും. അപ്പോൾ എല്ലാ അത്യാവശ്യമുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് കണ്ടു. കണ്ടില്ല, ലൈറ്റുകളൊക്കെ കണ്ടില്ലേ, ചാൻഡിലിയർ ലൈറ്റുകളൊക്കെ കണ്ടില്ലേ. അപ്പോൾ അവിടെയൊക്കെ നടന്ന് കാണാനെ കൊണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. എന്താ ഭംഗിയെന്ന് നോക്കിയേ. അങ്ങനെ നമ്മൾ കൊട്ടാരത്തിനുള്ളിലൂടെയൊക്കെയുള്ളൊരു യാത്ര. എനിക്കിപ്പോൾ ഇത്രയും യാത്ര ചെയ്തതിൽ, ദുബൈയിലും അബുദാബിയിലും ഷാർജയിലൊക്കെ യാത്ര ചെയ്തതിൽ ഏറ്റവും ഇഷ്ടം തോന്നിയത് ഈ പാലസ് തന്നെയാണ്. കാരണം ഞാൻ കുറച്ച് പഴമയെ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത് ഒത്തിരി ഇഷ്ടമായി. പഴമയുടെ പ്രൗഢി എന്ന് പറയുന്നത് ഗംഭീരമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കൊട്ടാരത്തിൻ്റെ ഉൾഭാഗം തന്നെയാണ്. കൊട്ടാരം തന്നെയാണ് എനിക്ക് ഇതുവരെ ഇഷ്ടപ്പെട്ടത്. കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. തീർച്ചയായിട്ടും പിന്നെ നിങ്ങൾ അബുദാബി, ദുബായ് ഒക്കെ പോവുകയാണെങ്കിൽ ഈ അബുദാബി എമിറേറ്റ്സ് പാലസ്
ഒന്ന് കാണണം, ഒന്ന് കാണാനുണ്ട്, അതാണ്. അപ്പോൾ നമ്മളവിടെ ചെന്നത് ഒരു വൈകിട്ടാണ് അവിടെ ചെന്നത്. അപ്പം പിന്നെ ചൂടൊന്നുമില്ലായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമായിരുന്നു. ഇത് പുറത്തെ കാഴ്ചയാണ്. പിന്നെ ആ കൊട്ടാരത്തിൻ്റെ ഒരു കളറും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മരുഭൂമിയിലെ മണ്ണിൻ്റെ വെറൈറ്റി കളറിൽ അതേ പാറ്റേൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഒരു വാട്ടർ ഫൗണ്ടനും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലുണ്ട്. അതാ കണ്ടില്ലേ, പുറത്തുനിന്ന് നല്ല കാഴ്ചയാണ്, പുറത്തേക്ക് നല്ല കാഴ്ച, അതായത് പുതുമ, നല്ല ഹൈറ്റുള്ള ബിൽഡിങ് കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. എത്ര ഹൈറ്റുള്ള ബിൽഡിങ് വന്നാലും ഈ കൊട്ടാരത്തിനപ്പുറം ഒന്നുമില്ല, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നോക്കി ആ കൊട്ടാരത്തിൻ്റെ ഇവിടെ നിന്ന് അങ്ങനെ അത്ര വലുപ്പമൊന്നും തോന്നില്ല, പക്ഷേ ഉൾഭാഗം കണ്ടില്ലേ എത്ര വലുപ്പമാണ്. പിന്നെ ആ ഒരു ഏരിയ ഫുള്ള് ആ കൊട്ടാരവുമായിട്ട് അനുബന്ധ സംഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്നും നമ്മൾ പോയില്ല. നമ്മൾ കണ്ടത് ഈ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് ഭാഗവും പിന്നെ ആ കൊട്ടാരത്തിൻ്റെ ഉൾഭാഗം മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. ഉൾഭാഗം എല്ലാം ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല, പറഞ്ഞല്ലോ നമുക്ക് കയറാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ആ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഹൈറ്റുള്ള കുറേ പുതിയ ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ദുബൈയിലെ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അബുദാബി എമിറേറ്റ്സ് പാലസ് എന്ന് വേണേൽ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും അബുദാബി അതായത് UAE സന്ദർശിക്കുന്നവർ തീർച്ചയായിട്ടും അബുദാബിയിലുള്ള ഈ എമിറേറ്റ്സ് പാലസ് തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അടിപൊളിയൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. കോന്നൂർ മനു സൈനിങ് ഔട്ട്. ബൈ.